അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത കാര്യം ക്വിക്കായിട്ട് നിങ്ങൾ ഓർത്താൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഈ ടേബിളിനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഈ ബ്ലൂ കളറിലൊക്കെ ഇട്ടൊന്ന് സ്റ്റൈലിഷ് ആക്കാനും നമ്മൾ പഠിച്ചു. പിന്നെ ഇതൊരു മാർക്ക് ലിസ്റ്റാണ്. നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനെയൊക്കെ ആഡ് ചെയ്ത് അവരുടെ മാർക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പഠിച്ചത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് വേർഡിനകത്ത് തന്നെ നമുക്ക് കാൽക്കുലേഷൻ എക്സലിൽ ചെയ്യുന്നത് പോലെ ചില മിനിമൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോണത്. അപ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കാം ചിലർക്കെങ്കിലും. കാരണം എക്സലിൽ നമുക്കറിയാം കാൽക്കുലേഷനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എക്സൽ ഉപയോഗിച്ച്. പക്ഷേ വേർഡിലും കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടേബിൾ സെലക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ടേബിൾ ഡിസൈനും ലേ ഔട്ടെന്നും പറഞ്ഞുകൊണ്ട് 2 ടാബ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതിൽ നിങ്ങൾ ഈ ലേ ഔട്ട് ടാബിലോട്ട് വന്നാൽ ഇതാ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫോർമുല എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്കിവിടെ ഫോർമുല ക്ലിക്ക് ചെയ്യാം. ഫോർമുല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ടാബാണ് ഓപ്പണായി വരുന്നത്. അപ്പം അതിന് മുമ്പ് നമ്മൾ ഈ ഫോർമുല ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് വേണ്ടത് 80 + 70 + 88 ഈ സാം ജോൺ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടലാണ് കിട്ടേണ്ടത്. അപ്പോൾ എവിടെയാണോ കിട്ടേണ്ടത് അവിടെ നിങ്ങൾ മൗസ് പോയിൻ്റർ അല്ലെങ്കിൽ കഴ്സർ വെക്കുക. അപ്പോൾ ഈ സെല്ലിലാണ് നിങ്ങൾക്ക് വേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഫോർമുല ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഫോർമുല സെലക്ട് ആയി വന്നിട്ടുണ്ട്. = സം ഓഫ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ സം എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. ഈസിയാണ്. ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സം കിട്ടും. കണ്ടോ? ഇനി ഈ സ്റ്റുഡൻസിൻ്റെ വേണമെങ്കിലും ഇതുപോലെ വരിക. ഫോർമുല സം എബവ് ആ കിടക്കുന്നത്. എബവ് അല്ല നമുക്ക് വേണ്ടത്. എബവ് ഇപ്പോൾ വരാൻ കാരണം എന്താ? കാരണം എബോവിലൊരു ഡേറ്റ വന്നുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് എബോവിലേക്ക് പോയത്. പക്ഷെ നമുക്ക് എബോവ് അല്ല വേണ്ടത്, ലെഫ്റ്റ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് നിന്ന് തന്നെ ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും ഓക്കെ പ്രസ് ചെയ്യുന്നു. വീണ്ടും ഫോർമുല ഇവിടെ വീണ്ടും എബവ് ആണ് വരുന്നത്. അതിന് പകരം നമ്മൾ ലെഫ്റ്റ് തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ലെഫ്റ്റ് നിന്ന് ടൈപ്പ് ചെയ്താൽ മതി പാരാന്തസിസിനുള്ളിൽ. അപ്പം ഓക്കെ പ്രസ് ചെയ്യുന്നു. അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ ഇതുപോലെ തന്നെ ഫോർമുല വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ്. ഓൾറൈറ്റ്, ഇതാ അപ്പോൾ സമ്മ് കിട്ടി. ഇനി ഈ സമ്മിന് നമുക്കൊരു ഡിഫറെൻറ്റ് കളർ കൊടുത്താലോ? അതിന് ചെയ്യാൻ ഇവിടെ നിങ്ങളിങ്ങനെ മൗസ് കൊണ്ടുവന്ന് ജസ്റ്റ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതിൻ്റെ ഷേപ്പ് മാറി. ഒരു ബ്ലാക്ക് കളർ തിക്കായിട്ടുള്ള ഒരു ഡൗൺ ആരോ വന്നു കണ്ടോ? അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ല് ഫുൾ സെലക്ട് ആവും. ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയാണ്. ഓക്കെ, ബ്ലൂവിൻ്റെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ടോട്ടൽ ഇച്ചിരി മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടോട്ടലിനെ മാത്രം സെലക്ട് ചെയ്ത് നമുക്കൊന്ന് ബ്ലാക്ക് ആക്കാം. ഓക്കെ, അപ്പം ഏതാണ്ട് നമുക്കൊരു ഡിഫറൻസ് ഇവിടെ ഒന്ന് പിടികിട്ടി. ഇനി നമുക്ക് ആവറേജ് വേണം. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ഫോർമുല വരിക. ഇവിടെ കിടക്കുന്ന സമ്മാണ്, അത് ഡിലീറ്റ് ചെയ്യണം. ആ ഫംഗ്ഷനല്ല നമുക്ക് വേണ്ടത്, കാരണം ആവറേജാണ് വേണ്ടത്. അപ്പോൾ ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കുറേ ബേസിക് കാൽക്കുലേഷൻ്റെ എല്ലാം ഫങ്ഷൻസ് ഇത് ഇവിടെ കിടപ്പുണ്ട്. പേസ്റ്റ് ഫങ്ഷൻസ് എന്ന് കണ്ടോ? ഇവിടെയുണ്ട്. ഇത്രയും ഫങ്ഷൻസാണ് നമുക്ക് വേർഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. എക്സലിലെ എല്ലാ കാൽക്കുലേഷനും ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ ആവറേജ് സെലക്ട് ചെയ്യുന്നു. ഒരു പ്രശ്നം പറ്റി, നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ = തുടങ്ങണം. = ഇട്ടിട്ട് വേണം ആവറേജിലേക്ക് വരാൻ. എന്നിട്ട് ആവറേജ് വന്നിട്ട് ഞാൻ ഇനി ലെഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കാൻ നോക്കൂ. നിങ്ങൾ ഇത് റോങ് മെത്തേഡാണ്. ഞാൻ ലെഫ്റ്റ് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ 238 എന്നുള്ള വാല്യൂവും കൂടെ എടുത്തിട്ടാണ് ആവറേജ് തന്നേക്കുന്നത്. പക്ഷേ അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ 3 സബ്ജക്റ്റിൻ്റെ ആവറേജാണ് വേണ്ടത്. അത് നടക്കുമോ? അതും നടക്കും. നിങ്ങൾ എക്സലിൻ്റെ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. എക്സലിൻ്റെ ഒരു ബേസിക് നോളജ് നിങ്ങൾക്കുണ്ടെങ്കിൽ എക്സലിൽ നമ്മൾ റോസും കോളംസും ആഡ് ചെയ്യാറുണ്ട്. ഞാൻ എക്സൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് എക്സൽ വർക്ക്ഷീറ്റ്. എക്സലിലെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാമല്ലോ. ഓരോ കോളത്തെയും നമ്മൾ ABCDE എന്ന് പറഞ്ഞുകൊണ്ട് കോളത്തിനെ വിളിക്കും. ഇവിടെ നമ്മൾ വിളിക്കുന്നത് 1 2 3 4 എന്ന് പറഞ്ഞ് റോസിനെ വിളിക്കും. അപ്പോൾ ഈ ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് C3 ആണ്. ഇവിടെയുണ്ട് കണ്ടോ? ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ D3 ആണ്. കാരണം D കോളത്തിലെ 3ാമത്തെ സെല്ലാണ് D3. ഞാൻ ഒന്ന് നിങ്ങളെ ആരോ മാർക്ക് വെച്ച് കാണിച്ചാൽ D3 എന്ന് പറയുമ്പോൾ ഇത് വരും. അപ്പം ഇതാണ് D3. കാരണം D കോളം 3rd D3. അപ്പോൾ ഈ മെത്തേഡ് തന്നെയാണ് വേർഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ വേർഡിൽ വരുമ്പം നമുക്ക് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോളത്തിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും?
ഇത് എ ആയിരിക്കും, ഇത് ബി ആയിരിക്കും, ഇത് സി ആയിരിക്കും, ഇത് ഡി ആയിരിക്കും, ഇത് ഇ ആയിരിക്കും. അപ്പോൾ ഇത് എഫ് കോളമാണ്. ഇനി എഫ് കോളമാണെന്ന് പിടികിട്ടി. ഈ സെല്ലിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നാമത്തെ റോ, ഇത് രണ്ടാമത്തെ റോ ആണ്. അപ്പോൾ ഇത് F2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് G2 ആണ്. അപ്പോൾ ഇത് D2 ആണ്, ഇത് C2, ഇത് B2 എന്ന് വരും. അപ്പം ഇത് B2, C2, D2 അത് ഓർത്ത് വെക്കുക. അപ്പം ഞാനിവിടെ വന്നിട്ട് ഫോർമുല എന്നിട്ട് ഫങ്ഷൻ ആവറേജ് എടുക്കുകയാണ്. ഡിലീറ്റ് ചെയ്യുന്നു, ഈക്വൽ ടു അടിക്കുന്നു, ആവറേജ് എന്ന് അടിക്കുന്നു. എന്നിട്ട് ഈ പാരാന്തസിസിൽ ഞാൻ കൊടുക്കുകയാണ് B2, C2, D2 എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്താൽ നമുക്ക് ഈ 3 സബ്ജക്റ്റിൻ്റെ ആവറേജ് കിട്ടും. അപ്പോൾ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ പറയുന്ന C2 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഈ പറയുന്ന D2 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. കാരണം ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ് എന്നാണ് പോണം. അതുകൊണ്ടാണ്. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ 79.33 എന്ന് കിട്ടി. അപ്പോൾ ഈ 3 സബ്ജക്റ്റിൻ്റെ ആവറേജാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫോർമുല ഇത് ഡിലീറ്റ് ചെയ്യുക, അതിനുശേഷം ആവറേജ് എടുക്കുന്നു. ഓക്കെ, ആവറേജ് ഓഫ് ഏതാ ഇനി വേണ്ടത്? ഇനി നമുക്ക് B3, C3, D3 ഇങ്ങനെ വരും. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞാൻ ഈ ഷീറ്റ് നമ്മുടെ സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു എക്സസൈസ് എന്ന നിലയിൽ ചെയ്ത് നോക്കാം. ഈ വർഗീസ് ജോണിൻ്റെയും മാത്യൂസ് കറിൻ്റെയും ആവറേജ് നിങ്ങൾക്കും കണ്ടുപിടിക്കാം.